പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള വിതിരയിലാണ്. ആ പണപ്പെട്ടിയുമായിട്ട് എത്തിയിട്ടുണ്ട്. 3 കുട്ടികൾ റെഡിയാണ്. മോളെ പേരെന്താ? സായി വന്ദന, റസിയ, ബബിത. എത്ര പഠിക്കുന്ന മക്കളൊക്കെ? 10ാം ക്ലാസ്സിലാണ്. എല്ലാവരും 10ലാണ്. അപ്പൊ നമുക്കൊരു ഗെയിം കളിച്ചാലോ? ആദ്യം ആരാ മത്സരിക്കാൻ പോന്ന? സായി. ഓക്കെ, അപ്പൊ മോള് ആദ്യം മത്സരിക്കുകയാണ്. 1 മിനിറ്റാണ് സമയം. 1 മിനിറ്റിനുള്ളിൽ ഇതിനകത്ത് താക്കോൽ ഉപയോഗിച്ചിട്ട് 3 താക്കോൽ ഉപയോഗിക്കാം. 3 താക്കോൽ ഉപയോഗിച്ച് ഇത് തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പൈസയും കൊണ്ട് നേരെ വീട്ടിൽ പോകും. മോൾ റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്തോ. തുറന്നു. യെസ്, കറക്റ്റ്, അടിപൊളി. നല്ലൊരു കൈ കൊടുത്തേ. സായിമോളാണ് ഫസ്റ്റ് വന്ന് ചെയ്ത് പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ ഒരു പണപ്പെട്ടി സ്വന്തമാക്കിയിരിക്കുന്നത്. സന്തോഷമായ? പൈസ കിട്ടിയില്ലേ? എന്താ ചെയ്യാൻ പോണ പൈസ വെച്ചിട്ട്? ഫ്രണ്ടാണ് പണപ്പെട്ടി തുറന്നത് അല്ലേ? ഓക്കെ, ഇപ്പൊ 10ാം ക്ലാസ് ആണെന്ന് പറഞ്ഞില്ലേ? SSLC ആണ്. പേടിയുണ്ടോ? അപ്പൊ ഞാൻ SSLC പറ്റിയ ഒരു ചോദ്യം ചോദിക്കാം. SSLCയുടെ ഫുൾ ഫോം എന്താണ്? അറിയത്തില്ലേ? അതെന്താ അറിയാത്തത്? ഞാനിപ്പോ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഒരാൾ ചോദിച്ചു SSLCയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. SSLCയുടെ ഫുൾ ഫോം എന്താ? സ്റ്റുഡന്റ് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്. ആണോ? അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നല്ലേ? കറക്റ്റ് ആണ്. കഴിച്ചോ? ഒരു സിനിമയുടെ ഡയലോഗാണ് ഇത്. പെട്ടെന്ന് പറയണം. താനെന്തിനാ എന്റെ പിന്നാലെ നടക്കുന്നത്? പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് എനിക്കിഷ്ടം. അറിയില്ല? യെസ്, ബാംഗ്ലൂർ ഡേയ്സ്. നല്ലൊരു ഐഡിയ കൊടുക്കൂ. കറക്റ്റ് ആൻസർ ആണ്. ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ. സ്പീഡിൽ പറയണം. ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ. അല്ല, പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ഐഡിയ കൊടുക്കൂ. പേരപ്പാടൻസ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട്. താങ്ക് യു. സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണ്. സ്റ്റുഡൻസ് സെക്കൻഡറി ലിവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ഒരു വാക്കല്ല തെറ്റി. ഇത് പോട്ടെ, കുഴപ്പമില്ല. പേരെങ്ങനെയായിരുന്നു? ഫൗസിയക്കും നല്ലൊരു സമ്മാനമുണ്ട്. താങ്ക് യു. അപ്പൊ റസിയ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ റസിയക്ക് ഡിസംബർ 19-ാം തീയതി നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ഒന്നും ചെയ്യണ്ട, ഈ കൂപ്പൺ കാണിച്ചാൽ സമ്മാനമുണ്ട്. ഓക്കെ, ഫാമിലി ആയിട്ട് പോവില്ലേ? പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല കളക്ഷൻസ് ആണ്. മേടിച്ച എന്തെങ്കിലുമൊക്കെ? പേരെന്താ മേഡം? എന്റെ പേര് സുമ. പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ആണ് വരുന്നത്. കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ പോയിട്ടുള്ള സ്വർണ്ണത്തിന്റെ ഈ കിടക്കണയല്ല. ഏത് കഴുത്തിലെ സ്വർണ്ണം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഏത് സ്വർണ്ണമുണ്ട്? വലിയ മാലയുണ്ട്. വലിയ മാലയും വീട്ടിയിരിക്കണം. അതും അവിടെ നിന്ന് വാങ്ങിച്ചത്. കമ്മല്, എല്ലാ സാധനവും അവിടെ നിന്നാണ് വാങ്ങിച്ചത്. പേരപ്പാടന്റെ കസ്റ്റമേഴ്സ് ആണ്. നമ്മൾ ഇവരോട് ചോദിച്ചില്ലെങ്കിൽ വളരെ മോശമാണല്ലേ? പിന്നെ ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം ഒരു ചോദ്യം. കാഴ്ചയുള്ളവരും കാഴ്ചയില്ലാത്തവരും ഒരേപോലെ കാണുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണത്? കാഴ്ചയുള്ളവരും ഇല്ലാത്തവരും ഒരേപോലെ കാണുന്ന ഒരു സംഭവം ഉണ്ട്. കുസൃതി ചോദ്യമാണ്. TV അല്ലല്ലോ. അതായത് നമ്മളിപ്പോ ഒരു ക്ലൂ തരാൻ വേണ്ടി നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്. സ്വപ്നം കണ്ടോണ്ട് ഇപ്പൊ മനസ്സിലായാ? ഓക്കെ, ഞാൻ ചെറിയൊരു ക്ലൂ കൊടുത്തു. നമ്മൾ ക്ലൂ കൊടുത്തില്ലെങ്കിൽ വളരെ മോശമല്ലേ? പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ഒരാളിനും മാത്രമല്ലല്ലോ. ഈ ചേച്ചി നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ഈ ചേച്ചിക്കും കൊടുക്കണ്ടേ? കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? അപ്പൊ ചേച്ചിക്കും ഉണ്ട്. രണ്ടുപേരും വരില്ലേ? വരും. കുറച്ചധികം ചോദ്യങ്ങളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് അരുവിക്കര ഡാമിലാണ്. ഇവിടെ നമ്മൾ കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കുറച്ച് കുസൃതി ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. നമസ്കാരം, പേരെന്താ ചേച്ചി? അസീന. മോളുടെ പേരെന്താ? ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം, അത് അറിയുമെങ്കിൽ പറയണം. കണ്ണുള്ളവരും കണ്ണില്ലാത്തവരും ഒരേപോലെ കാണുന്നത് എന്ത്? സ്വപ്നം. കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ സുഹറ നന്നായിട്ട് പാട്ട് പാടുമെന്ന് കേട്ടോ. 2 വരി പാട്ട് പാടിയ സുഹറ മോൾക്ക് ഒരു സമ്മാനമുണ്ട്. അപ്പൊ മോളൊരു പാട്ട് പാടിക്കേ, കേക്കട്ടെ. മനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നെ മാടത്തെ മടക്കിടാങ്ങ ഉറങ്ങാരോ വാവാവം പാടിയുറക്കാനില്ലല്ലെന്നമ്മയും പൊന്നെ ചരത്തെ നോവു തരാട്ടി നീ ഉറങ്ങാരോ. അടിപൊളി, സൂപ്പറായിട്ട് പാടി. നമ്മളൊരു ചെറിയ പൂ ചോദിച്ചു, ഒരു പൂക്കാലം തന്നെ മോള് തന്നു. പാട്ടൊക്കെ കൂടെ കൊണ്ടുപോവുക. വളരെ മനോഹരമായിട്ട് ഗംഭീരമായിട്ട് തന്നെ പാടി മോള്. എന്തായാലും മോൾക്കൊരു സമ്മാനമുണ്ട്. ഗിഫ്റ്റ് വൗച്ചർ ആണ്. തീരെ വനിതകൾ ഇരിക്കുന്നുണ്ട്. പേരെന്താ? അഞ്ജന, പ്രിയ, ചിത്ര, മുസൈബ. എന്താ ചെയ്യുന്നത് എല്ലാവരും? ഞാൻ ടീച്ചറാണ്. ഫാർമസിസ്റ്റ്, ടീച്ചറാണ്. 2 പേരും ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിനോട് തന്നെ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ആരാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി? ശിവൻകുട്ടി. നമ്മുടെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ്. ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്? സോഷ്യൽ സയൻസ്. റിനേസൻസിനെ പറ്റി 2 വാക്ക് വേണ്ട. ഓക്കെ, താല്പര്യമില്ല. ടീച്ചർമാർക്ക് ഓക്കെ വേണ്ട, നമ്മൾ ചോദിക്കുന്നില്ല. പോട്ടെ. പേനയുമായി നടക്കുന്ന ജീവി ഏതാണ്?
ആ മൂന്നുപേരും കൂടെ പറഞ്ഞേ പെൻഡിൽ രണ്ടുപേരും കൂടി പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും ഒരു സമ്മാനം കൊടുക്കണ്ടേ നമ്മൾ. അപ്പോൾ ആ പേരപ്പാടൻസ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് രണ്ടുപേർക്കും. ഓക്കെ, ഇനി ടീച്ചറിനോടാണ് ചോദ്യം. 80-ൽ എത്ര മാർക്ക് കിട്ടിയാലാണ് സോഷ്യൽ സയൻസിന് പാസ്സാവുക? 40. 24 മതി എന്ന് പറയാറുന്നല്ലോ പണ്ട്. ആ ആണോ? 40 പഠിച്ചൂടെ? 24 പഠിച്ച് നിൽക്കുന്ന എന്തിനാ? ഇവിടെ പരിപാടി ധരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മോൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് വെച്ച്. അപ്പം അതിന് മുമ്പ് പേരെന്താ ചക്കരയുടെ? മുഹമ്മദ് ഷഹബാസ്. ഓക്കെ, പാട്ട് പാടിക്കും, നമ്മൾക്ക് കുടിച്ചോ. അരകേറും പൂവേ യാ റസൂലല്ലാഹ് അജബേറുൻ നൂറേ യാ ഹബീബല്ലാഹ്. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ മോൻ പാടി. 18-ാം തീയതി ഷോറൂമിൽ ഈ വൗച്ചറായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും വാങ്ങണ്ട, സമ്മാനം കിട്ടും കേട്ടോ. ശരി, നമസ്കാരം. നമസ്കാരം. പേരെന്താ? അനീഷ്. ഹേമിഷ. എന്താണ്? ഹേമിഷ. ഹേമിഷ. ഞങ്ങൾ വരുന്ന പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ആണ്. കേട്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഓക്കെ, ചേച്ചി പോയിട്ടുണ്ടോ? കല്യാണത്തിന് അവിടെ നിന്ന് പേരപ്പാടൻസ് ആണ് എടുത്തത്. കണ്ടില്ലേ, നമ്മുടെ പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ആണ് ചേച്ചിയുടെ മാരേജിന് ഓർണമെന്റ്സ് ഒക്കെ എടുത്തത്. ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയാം. അമ്പാൻ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ആവേശം. ഡിസംബർ 18-ാം തീയതി ഈ വൗച്ചറുമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. നെടുമങ്ങാടുള്ള ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. പർച്ചേസ് ഒന്നും ചെയ്യണ്ട. എന്തായാലും നമ്മള് പണപ്പെട്ടിയുമായിട്ട് എത്തിയിരിക്കുന്നത് എവിടെയാണ്? നെടുമങ്ങാടിന്റെ മണ്ണിലാണ്. നെടുമങ്ങാട്. ഈ നെടുമങ്ങാട് വരുമ്പോൾ ഇവിടുത്തെ ഒരു സംസാര രീതിയുണ്ട്. തിരുവനന്തപുരത്തിന്റെ പക്ക സ്ലാങ് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾ എന്തിനു പറയണത് ഒന്ന് പറഞ്ഞേച്ചി. എന്തരാണ് എന്തൊരു പറയണം അശ്വതി GM. ഓക്കെ, അശ്വതി GM ആണ് മത്സരിക്കാൻ പോകുന്നത്. എന്തായാലും പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുലിക്കുട്ടികളാണ്. നമ്മൾ നെടുമങ്ങാടിന്റെ മണ്ണിൽ ഇന്ന് പണപ്പെട്ടിയും കൊണ്ട് വന്നിട്ട് വെറുതെ വിടാൻ പാടില്ല. അപ്പോൾ ചേച്ചി കുറെ കഷ്ടപ്പെട്ടു. അപ്പോൾ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. ഡിസംബർ 16-ാം തീയതി നമ്മുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൂപ്പൺ കാണിച്ചാൽ മതി, ചേച്ചിക്ക് സമ്മാനം കിട്ടും. സന്തോഷമായോ? സന്തോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. ഒരു ടാറ്റ പറ. Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyatankara, Kottarakara, Karunagapalli. Our sister concern, Kallarikkil's Gold Park, Payyanur.